ഗൈസ്, കേരളത്തിലേക്ക് അർജന്റീന എത്തുന്നു. 2025 മെസ്സിയും അല്ലെങ്കിൽ അർജന്റീന സംഘവും കേരളത്തിൽ കളിക്കുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഇപ്പം കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ, ഇപ്പം പിണറായി വിജയൻ, CM-ന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ നിന്നൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം കേരളത്തിൽ വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പം ഈ ഒരു വിഷയത്തെ പറ്റി പറയുന്ന ഒരു സമയത്ത് ഇപ്പം ഇനിഷ്യലി തന്നെ ഒരു ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് കോടിക്കണക്കിന് രൂപ ഇപ്പം അർജന്റീനയ്ക്ക് വേണ്ടി തന്നെ ഏതാണ്ട് 40 കോടി രൂപ സ്പെൻഡ് ചെയ്യണം. അതല്ലാണ്ടുള്ള ചിലവുകളൊക്കെ പറഞ്ഞ് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഈ ഒരു ഇനത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് എന്താണെങ്കിലും കേരള ഖജനാവിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം സിൽവർ മെർച്ചൻറ്റും ഒക്കെ ആയിട്ട് ഉള്ള ഒരു അസോസിയേഷനിലാണ് ഇതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്തുന്നത്. അവരായിരിക്കും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ. പണ്ട് അർജന്റീന ഇന്ത്യയിലേക്ക് കളിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴത്തേക്കും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് നിരസിച്ചിരുന്നു. ബിക്കോസ് ഓഫ് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അന്ന് പിന്നെ പറഞ്ഞാൽ ഒരുപാട് പേരൊക്കെ മുറവിളി കൂട്ടിയും പറഞ്ഞാണ് അതിൻ്റെ ഒരു ആവശ്യകത സത്യം പറഞ്ഞാൽ AFF-നില്ല. കാരണം അവരൊന്നാമത് നമുക്കറിയാം ഇപ്പം എങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ കൂടെ അത്രയും ഫണ്ടൊന്നും സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ ഇല്ല. അവർ കൈവിട്ട് വരുന്ന ഇതുപോലും അതിനകത്തില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു സഹകരണങ്ങളൊക്കെ തേടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ഇത് നടത്തുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ മോശമായിട്ടല്ല പറഞ്ഞത്, ഒരു നല്ല കാര്യം തന്നെ. ആൻഡ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഫുട്ബോൾ ആരാധകർക്ക് അർജന്റീനയും മെസ്സി ഇവിടെ വന്ന് കളിച്ചു കഴിഞ്ഞാൽ മെസ്സിയെയും കാണാനും അവരുടെ കളി കാണാനും ഒക്കെ ഉള്ളൊരു വലിയ അവസരമാണ് എന്നുള്ളതാണ്. ഇതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമായിട്ട് പറയാനില്ല. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അത് 1 വർഷം മുന്നേ ഇവർക്ക് കളിക്കാനായിട്ട് ഒരു സ്റ്റേഡിയം സജ്ജമാക്കും കേരളത്തിൽ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമൊന്നും എത്തിയിട്ടില്ല. സോ അത് ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസായിട്ട് അന്ന് സംസാരിച്ചാണ്. പക്ഷേ ഇപ്പം അതിനെപ്പറ്റി പറയുമ്പം ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി മിക്കവാറും കളിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ കാരണം ഇപ്പം ഞാൻ ഇന്നൊരു വാർത്ത കണ്ടിരുന്നു, നമ്മുടെ കപ്പാസിറ്റിയൊക്കെ ചിലപ്പം 25,000 ഒക്കെ ആയിട്ട് കുറയ്ക്കുമെന്ന്. അപ്പം എത്രമേൽ ആരാധകർക്കൊക്കെ ഈ ഒരു മത്സരം കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ JLN-ലൊക്കെ വെച്ച് നടത്തി കഴിഞ്ഞാൽ കാണാൻ കഴിയും എന്നുള്ളത് നോക്കി കാണേണ്ട കാര്യം. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഇതോടുകൂടി വളരും ഇങ്ങനെയൊക്കെയുള്ള കാര്യം. സോ അങ്ങനെയാണെങ്കിൽ പണ്ട് കൊൽക്കത്തയിൽ മെസ്സി വന്ന് കളിച്ചിട്ട് പോയപ്പം ആ ഒരു വളർച്ച ഉണ്ടാകേണ്ടതാണല്ലോ. അപ്പം അതല്ല കാര്യം, ഞാൻ പറഞ്ഞല്ലോ. അതിനേക്കാൾ അപ്പുറത്തേക്ക് പറഞ്ഞ പോലെ നമുക്കൊരു സൗഭാഗ്യം എന്ന നിലയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. പിന്നെ കളിക്കാൻ പോകുന്നത് ഇന്ത്യക്കെതിരെ ആയിരിക്കില്ല എന്നുള്ളതാണ് കിട്ടുന്ന വാർത്ത, മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെ ആയിരിക്കും. സോ പിന്നെ ഇന്ത്യക്കെതിരെയാണ് കളിക്കുന്നതെങ്കിലും മെജോറിറ്റി ചിലപ്പം ആളുകൾ ഇന്ത്യക്കാർ തന്നെ അർജന്റീനയെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. അങ്ങനത്തെ ഒരു അപൂർവ കാഴ്ച ചിലപ്പം ലോക ഫുട്ബോളിൽ കാണേണ്ടിയൊക്കെ വരും. അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും രാജ്യമായിട്ട് കളിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു മത്സരം കളിച്ചത് കൊണ്ട് ഇന്ത്യക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പലരും ഒക്കെ ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് ഇരുന്ന കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ ഒക്കെ യൂത്ത് ഡെവലപ്മെൻറ്റ് അടിപൊളിയാകും, ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പല മാറ്റങ്ങൾ, ടൂറിസത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് എന്നുള്ളത്. എന്താണെങ്കിലും അർജന്റീനയെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ടെത്തിയതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിലെ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണം പോലും ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചില കുട്ടികൾ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കളിക്കാൻ പോകുമ്പോഴത്തേക്കും അവർക്കുള്ള യാത്രാ ചിലവെങ്കിലും കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യത്തിനും കൂടി എന്താ പറയുക, ഒരു ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരാണ് നമ്മളുടെ ഫ്യൂച്ചർ സ്റ്റാർസായിട്ട് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ പ്രൗഡാകേണ്ടത്. അപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ഇത് അങ്ങനെ വലിയ പേരെടുക്കുന്ന കാര്യമായിരിക്കത്തില്ല, പക്ഷേ ഇപ്പോൾ പേരെടുക്കുന്ന കാര്യമായിരിക്കത്തില്ല. പക്ഷേ പിന്നീട് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം എന്നൊക്കെ നമുക്ക് പറഞ്ഞൊരുപാട് ആളുകൾ അല്ലെങ്കിൽ താരങ്ങൾ വരണമെങ്കിൽ അതിനുകൂടി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.